അപ്പം എല്ലാവരും ഒന്ന് വളരെ ഭംഗിയായിട്ട് ഒരുങ്ങി. ഇതേ എവിടെ എല്ലായിട്ടൊക്കെ തന്നെ ഒരുങ്ങി, സാരി എടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാരും ഒരുങ്ങി ഇന്ന് ഒരു ഒബ്വിയസ്ലി ഒരു ഫംഗ്ഷന് പോവാണ്. എന്ത് ഫംഗ്ഷനാണ് പോകുന്നത്? വളകാപ്സ്. ആരുടെ വളകാപ്സ്? കൃഷ്ണയുടെ വളകാപ്പിനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഞാനും എബിലയാണ് ആദ്യം അങ്ങോട്ട് പോകാൻ പോകുന്നത്. ഞങ്ങളാണ് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. സോ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഇന്നൊരു തെളിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പരിപാടി നടക്കുന്നത് ഇൻഡോർ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. സോ ഞാനീ പറഞ്ഞതുപോലെ ഞാനും അഖിലും എബിലേക്ക് പരിപാടി നടക്കുന്ന എത്തിയിട്ട് ഡെക്കറേഷനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഓൾറെഡി ഇവിടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണയും ഞാനും അനുഭവം എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എല്ലാ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ നമ്മുടെ ഈ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞങ്ങളങ്ങനെ പർട്ടിക്കുലറായിട്ടൊരു ഇവൻറ്റിനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ നമ്മുടെയൊക്കെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുമായിരുന്നു. അപ്പം ആദ്യമേ ഈ ഒരു ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഓരോരോ ആൾക്കാരായിട്ട് എത്തിത്തുടങ്ങി. അപ്പം എല്ലാവരും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിനെല്ലാം ഹെൽപ്പ് ചെയ്തു. എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരാണല്ലോ, എല്ലാം ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ്. സോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എത്രയും പെട്ടെന്ന് റെഡിയാക്കി. ഈ പരിപാടിക്കൊരു നിശ്ചിത ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിലെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കിതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ കൃഷ്ണയും റെഡിയായി സുന്ദരിയായിട്ട് ആ ടൈം ആയപ്പോഴത്തേക്ക് എത്തി. പിന്നെ ഞങ്ങൾ കുറേ റിട്ടേൺ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ടൈം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി പ്രോഗ്രാമിലേക്ക് കടക്കായിരുന്നു. ആസ് യൂഷ്വൽ ഒരു വെൽക്കം ഡാൻസ് ഉണ്ടായിരിക്കുമല്ലോ, ഞങ്ങൾ തട്ടിക്കൂട്ടിയ ഒരു വെൽക്കം ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് എങ്ങനെയോ എൻ്റെ കയ്യിൽ കിട്ടിയില്ല, അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ മെയിൻ ചടങ്ങുകളിലേക്ക് കടക്കായിരുന്നു. അനുഭവവും കൃഷ്ണയും ചേർന്ന് വിളക്ക് കൊളുത്തി. പിന്നെ അനുഭവം കൃഷ്ണയ്ക്ക് ചന്ദനമൊക്കെ തൊട്ട് വളയിട്ട് അവൾക്ക് മധുരമൊക്കെ കൊടുത്തു. ആസ് യൂഷ്വൽ അഞ്ജുവാണ് ഇതിൻ്റെ മെയിൻ. ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവൾക്കാണ് കുറച്ചെങ്കിലും ധാരണയുള്ളത്. സോ അവൾ തന്നെയാണ് അതെല്ലാം ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തത്. ഇടയ്ക്ക് വെച്ചിട്ട് കൃഷ്ണ കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവൾക്ക് പെട്ടെന്ന് ഫാമിലിയൊക്കെ ഓർമ്മ വന്ന സമയത്ത് കുറച്ചൊന്ന് കരഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ശരിക്കും വിഷമമായി. എസ്പെഷ്യലി അവളുടെ അമ്മ ടൈമിൽ ഇവിടെ എത്തുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് ഫാമിലി എല്ലാം ഓർത്ത് കുറച്ച് വിഷമമായി. എനിവേ എല്ലാവരും ചേർന്നിട്ട് സങ്കടമൊക്കെ മാറ്റി പിന്നെ മധുരം ഒക്കെ കൊടുത്ത് സെറ്റാക്കുമായിരുന്നു. എല്ലാവരും നല്ലപോലെ അവളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ബാക്കിയുള്ളവർ സെറ്റൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഇതാണല്ലോ ഒരു മെയിൻ പരിപാടി. ഗർഭിണിയായിട്ടുള്ള ആൾക്ക് മധുരവും പിന്നെ ചന്ദനം ചേർത്ത വളയിടുക അതൊക്കെയാണല്ലോ. അപ്പം അതൊക്കെ ഇവിടെ തകൃതിയായിട്ട് വന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തു. കൃഷ്ണനെ ഭയങ്കര സുന്ദരിയായിട്ട് ഒരുക്കിയത് ശ്രീയായിരുന്നു. കൃഷ്ണയുടെ അനുഭവത്തിൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ളൊരു ചെറിയ ഫങ്ഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒക്കെ ചെറിയൊരു രീതിയിൽ ഇതാഘോഷിച്ചത്. പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യം തന്നെ ശരിക്കും ഉള്ളൂ. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തെ നമ്മുടെ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം അല്ലേ. പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ബേബി നെയിം സജഷൻസിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ബോർഡൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ജെൻഡർ റിവീൽ പാർട്ടി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെ കുഞ്ഞു കുറച്ച് ഗെയിംസും കൂടെയൊക്കെ ഇതിൽ മിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ജെൻഡർ റിവീൽ പാർട്ടി ആയിട്ടില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ബേബി നെയിം സജഷൻസും പിന്നെ കുറച്ച് ഗെയിംസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച്
മോം ടു ബി ഡാഡ് ടു ബി കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ച് എല്ലാവർക്കും ഇൻക്ലൂഡഡ് ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് 1-2 ഇങ്ങനത്തെ ഗ്രൂപ്പ് ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഫുഡും എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ആട്ടവും പാട്ടുമായിരുന്നു അടുത്തതായിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ വളകാപ്പിൻ്റെ വിശേഷങ്ങൾ.